ആ നോക്കൂ, ചൂട് മുളക് ബജി, ബോണ്ട, രതീഷ്. കല്ലുമ്മക്കായെന്ന് വന്ന് തന്നിട്ട് മാവ് പ്രോ റൈഡർ ആയിട്ടുണ്ട്. ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഒന്നും സംസാരിക്കാറില്ല. കോൺസെൻട്രേഷൻ കളഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. ചേട്ടാ ചേട്ടാ അയാൾ എന്നെ നോക്കണ നോക്ക് പ്രാന്തായാന്ന്. ബാ, എനിക്ക് വിശക്കുന്നു ഗൈസ്. സീനാവോ? ഹലോ ഗൈസ്, അപ്പം ഞാൻ എന്താ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ തുടങ്ങാണ്. 12 മണിയായി ഇപ്പോൾ സമയം. എന്നോട് 10 മണിക്ക് ചക്കോടെ എത്തിയിട്ട് രാവിലെ തന്നെ നമ്മൾ ഔട്ടിങ്ങിന് പോയിട്ട് ഉച്ചയ്ക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ വെളിയിലൊക്കെ പോകാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇനി എന്താകും പ്ലാൻ എന്ന് അറിയാൻ പാടില്ല. ആൻഡ് ഞാനും ഒട്ടും മോശമല്ല, ഞാനും റെഡി ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് ഫേസ് സെറ്റാക്കാൻ പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫേസ് ഏകദേശം സെറ്റായിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് കമ്മലൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വേഗം തന്നെ ഇനി അവളെ പോയി വിളിക്കാൻ പോകണം. എന്തായെന്ന് അറിയാൻ പാടില്ല. സോ നമുക്ക് വേഗം പോകാം ഗൈസ്. ടാറ്റാ ഗൈസ്, നമ്മൾ ചക്കുവിനെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? അത് നമ്മുടെ കരിക്കില്. അപ്പോൾ ഗൈസ്, ഇതാണ് കരിക്ക് ഷോപ്പ്. നമ്മൾ ഡെയിലി വന്നിട്ട് വൈകിട്ട് ചായ കുടിക്കാൻ വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ബഷീർ ചേട്ടനാണ് നമുക്ക് ഇവിടെ സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ആ നോക്കൂ, നല്ല ചൂട് മുളക് ബജി, ബോണ്ട, എന്താ അയ്യോ രതീഷാണ് നമ്മുടെ ചക്ക കഴിക്കുന്നത്. 12 മണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 മണിയായി ഗൈസ് ഇറങ്ങിയപ്പോൾ. അവിടെ ചെന്നിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കണം, പക്ഷെ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് നമ്മൾ നേരെ അൽസാജിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. കഴിച്ച വല്ലതും സാറുമാരോ? ഓ, സിഗരറ്റ് വലിക്കുന്നതിന് ഫൈൻ അടയ്ക്കുന്ന സാറുമാർ, അടപ്പിക്കുന്ന സാറുമാർ. പിള്ളേർക്ക് അപ്പൊ നമ്മൾ മാത്രല്ല കേട്ടോ, നമ്മുടെ കൂടെ നിന്ന് ഫുഡ് കഴിക്കാൻ വരാൻ മനീഷേട്ടനും ഉണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഹേ ഡ്രൈവർ, ഇതെന്താ ഇവിടുത്തെ സ്പെഷ്യലാന്നറിയോ? കണ്ണൂർ. എക്സ്പ്രഷൻ ഒന്നുമില്ലല്ലോ. അതില് കുറച്ചുണ്ടാവുള്ളൂ കല്ലുമ്മ. കല്ലുമ്മക്കായെന്ന് വന്ന് തന്നിട്ട് മാവ് അങ്ങനെയാണത്. കല്ലുമ്മക്കായ ആകെ കുറച്ചുണ്ടാവുള്ളൂ. നമ്മുടെ വണ്ടി ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കി. എന്താന്ന് വണ്ടി പറഞ്ഞിട്ടല്ല, എന്റെ വണ്ടീനെ കുറിച്ച് അനാവശ്യം പറയാണ് ഗൈസ്. സത്യം പറഞ്ഞ എന്റെ വണ്ടി ഞാൻ ഓടിച്ചതിന് ഒരു കുഴപ്പമില്ല, സെറ്റാണ്. ചായ മാത്രം മതി. കരിക്ക് ഇപ്പം ഞാൻ ഡെയിലി വരുന്ന ഒരു കടയാണ്. ഞാനിവിടെ രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, വൈകിട്ട് വരും. എൻ്റെ ഫുൾ ഭക്ഷണം ഞാനിപ്പോൾ ഇവിടെ നിന്നാണ്. എനിക്ക് ഈ കട സജസ്റ്റ് ചെയ്ത് തന്നത് എൻ്റെ കൂട്ടുകാരിയായ ജീവ റോസ് കോലഞ്ചേരിയാണ്. സ്മരണമാണ് കേട്ടോ. എല്ലാവരും കരിക്കിൽ. ഇവിടെ കരിക്കിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? ഇവിടെ കരിക്കില് ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്, ഇളനീർ ഷെയ്ക്ക് ഉണ്ട്, കരിക്ക് ഹണി, കരിക്ക് ചോക്ലേറ്റ്, കരിക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, കരിക്ക് അവിൽ മിൽക്ക്, ഷാർജ, കരിക്ക് ചോക്ലേറ്റ്, സ്ട്രോബെറി, എല്ലാ ഷേപ്പുകളും. എന്താ പറയാനുള്ളത്? നിനക്ക് കല്ലുമ്മക്കായ ഇഷ്ടമായോ? ആ, ഇഷ്ടമായി. ഇവക്ക് ഇഷ്ടമായില്ല, എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം മുട്ട ബജിയാണ്. ഇവിടുത്തെ മുട്ട ബജി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് ഒന്നും കഴിക്കണ്ട. ഇപ്പൊ എന്താ ഉണ്ടാക്കുന്നത്? കല്ലുമ്മക്കായ. കല്ലുമ്മക്കായൽ 2-3 കല്ലുമ്മക്കായ ഇട്ടൂടെ ഗൈസ്? ഇത് കല്ലുമ്മക്കായ എൻ്റെ സ്വന്തം നാടായ കണ്ണൂര്. ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത്. വൃന്ദ അർജുനാണ്. പ്രോ റൈഡർ ആയിട്ടുണ്ട്. അല്ല, ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഒന്നും സംസാരിക്കാറില്ല. കോൺസെൻട്രേഷൻ കളഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല ഗൈസ്. വർത്താനം നിങ്ങളെന്തെങ്കിലും പറ, ഞാൻ അതിന് ഉത്തരം പറയാം.
ചേട്ടാ 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 അയാൾ എന്നെ നോക്കി നോക്ക് പ്രാന്തായാന്ന്. അല്ല എത്ര എടുക്കണ്ട, വെറുതെ ഞാൻ ഓരോ മണ്ടത്തരം ഞാൻ നാട്ടുകാർ കാണും. എന്റെ ഗുരുവും എന്റെ ആശാനുമായ മനീഷണ്ണൻ എന്താണ് എന്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്? അടിപൊളിയായിട്ട് ഓടിച്ചിട്ടുണ്ട് വണ്ടി. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സൂപ്പറായിട്ട് ഓടിച്ചു. ഇന്റർവ്യൂക്ക് വേണം. അടിപൊളിയായിട്ട് ഓടിച്ചിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മള് അൽസാജിന്റെ അവിടെ എത്താറായി. കുഞ്ഞി കലൂരിന്ന് ആലുവ അൽസാജ് വരെ ഒറ്റക്ക് ഓടിച്ചോണ്ടിരിക്കുകയാണ്. കാർ പാർക്കിംഗ് ഏരിയ ഇൻഡിക്കേറ്റർ കേട്ടോ. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ. അൽസാജിലോട്ട് കയറ്റിക്കോ. വളക്കി 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 ഇക്കിടിയൊന്ന് നീ എന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നത്? Oh my goodness. യുറൈക്കതെ ഇയാളിന്ന് കുഞ്ഞി പാട് കൊടുത്ത് പോയിക്കോട്ടോ. പാർക്കിംഗ് ഗായ്സ് അങ്ങനെ നമ്മൾ അൽ സാജിലെത്തിയിരിക്കുകയാണ്. ചക്കുമ്മ ടേക്കിംഗ് സ്റ്റോറീസ്. പാർക്കിംഗ് എനിക്ക് പറ്റാത്തത് കൊണ്ട് നമ്മുടെ മനീഷേട്ടൻ പാർക്ക് ചെയ്യാണ് ഗൈസ്. ഞാൻ പാർക്കിംഗ് ഇതുവരെ ട്രൈ ചെയ്യാത്തത് കൊണ്ടാണ്. ട്രൈ ചെയ്ത് നോക്കണം. എന്നാലും ഇവിടെ വരെ ഓടിച്ചു വന്നപ്പോൾ ഒരു കോൺഫിഡൻസ് ആയിട്ടാ. ഇനി ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞാൻ ഓടിക്കും. ബാ എനിക്ക് വിശക്കുന്നു ഗൈസ്, നമുക്ക് പോയി ഫുഡ് അടിക്കാം. പക്ഷെ ഇവിടെ എന്താ വെറൈറ്റി എന്ന് പറയുന്നത്? ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ആംബിയൻസ് ആണ്. ഫുൾ സ്റ്റാറൊക്കെ വെച്ചിട്ട് നിരത്തി വെച്ച് കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഗായ്സ് അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ആണ് ഓർഡർ ചെയ്യുന്നത്. സോ നമ്മൾ വിചാരിച്ചു ഡ്രാഗൺ അല്ലല്ലോ ഇത്, ചിക്കൻ പോപ്കോൺ, ചിക്കൻ ലോലിപോപ്പ്. എന്തേ ആ അതന്നെ ഒക്ടോപ്പസ് ആണ് ഗായ്സ്. ഞാനിത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ മനീഷേട്ടൻ പറഞ്ഞു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. സോ ഐ തോട്ട് ടു ടേസ്റ്റ് ദിസ് ഒക്ടോപ്പസ് ഗായ്സ്. ഓക്കെ നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് വേണം ചെറുതെടുക്കാം അല്ലേ? വലുതെടുക്കണോ? ചെറുത് ഗായ്സ് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. അവിടത്തും ക്യാമറ ഇവിടത്തും ക്യാമറ സീനാവോ? കൈൻഡ് ഓഫ് കൂന്തൽ. ഒക്ടോപ്പസ് യമ്മി. ചിക്കൻ ലോലിപോപ്പ് ഇസ് മൈ ഫേവറേറ്റ്. വേണോ ഒരു കടി? ആക്ച്വലി ഈ രണ്ട് സ്റ്റാർട്ടേഴ്സ് കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഫുഡ് പോവാത്ത അവസ്ഥയായി. ഇതായിരിക്കും കഴിക്കടി. ഞാൻ കഴിക്കില്ല. ഫുഡ് വേസ്റ്റ് ചെയ്യണല്ലോ. കഴിക്കാൻ പറ്റുന്നില്ല. സോ ഷുഗറി അല്ലേ? ഹണി ചിക്കൻ പോലെയുണ്ട്. എന്നിട്ട് ഇങ്ങനെ തലയിൽ ഇരിക്കുന്നത്
ഗൈസ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ടിക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ തുടങ്ങാണ്. ചക്കോ ഫുഡ് കൊള്ളാം. എന്ത് ആകെ കഴിച്ചിട്ട് വയറിറങ്ങി പോയി. വയറിറങ്ങി പോയി. അല്ലേ? ഒക്ടോപ്പസും ഒക്ടോപ്പസും നമ്മൾ ലോലിപോപ്പും കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞു പോയി ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പാർട്ടിക്ക് പോവുകയാണ്. നമ്മുടെ കൂടെ മണിക്കുട്ടൻ വരും, ആരതി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ടാറ്റാ. അതാ ആരതി വന്നിരിക്കുകയാണ് ഗൈസ്. എന്തിനു വന്നതാ? ബാക്കിയൊക്കെയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരുവിൽ വന്നിരിക്കുകയാണ്, ഒരുവിൽ പോവുകയാണ്. അപ്പോൾ പാർട്ടിക്ക് വരാന്നുള്ളത് നമ്മുടെ ഒരു സഡൻ പ്ലാൻ ആയിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഇതാ ഫ്രണ്ട്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ മനീഷേട്ടൻ രാവിലെ ഇറങ്ങിയപ്പോൾ ക്രോക്സ് ഇട്ടുണ്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ ഷൂ വാങ്ങിച്ചിടുകയാണ് കേട്ടോ ഗൈസ്. ഞാനാണെന്നുണ്ടെങ്കിൽ മനീഷേട്ടൻ്റെ ക്രോക്സ് ഇട്ടുണ്ട് ഒരുമാതിരി താറാവ് നടക്കുന്നത് പോലെ എവിടെയൊക്കെ നടന്നു. ദെൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ലൊക്കെ ചെയ്ത് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഒരു 11 ഒക്കെ ആയപ്പോൾ പാർട്ടി തീർന്നു കേട്ടോ. സോ ഇതൊക്കെയാണ് വീക്കെൻഡ് ഡേയ്സിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴുള്ള ഔട്ടിങ്സ്. ആൻഡ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ്. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.